അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ ഉഗ്ലിഖ് വൽ ഖാതിമി ലിമാ സബഖ് നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാത്തിക്കൽ മുസ്തഖീം വഅലാ ആലിഹി ഹഖ ഖദ്രിഹി വമിഖ്ദാരിഹിൽ അദീം. എന്തെല്ലാവരും വിശേഷം? സുഖം തന്നെയല്ലേ? റാഹത്തല്ലേ? ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യുന്നത് രണ്ടായത്തുകളാണ് കേട്ടോ. രണ്ടായത്തുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കെല്ലാവർക്കും അറിയുന്ന, നമുക്കെല്ലാവർക്കും ഹിഫ്ളുള്ള, ഒരുപാട് ആളുകൾ 5 വക്ത് നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ ചൊല്ലുന്ന, ഉറങ്ങാൻ നേരത്തൊക്കെ ചൊല്ലുന്ന ആയത്തുകളാണ്. മേ ബി ഏതാണെന്ന് മനസ്സിലായിട്ടുണ്ടാകും അല്ലേ? യെസ്. എന്താണെങ്കിലും ചുരുക്കി പറഞ്ഞാൽ നമുക്ക് പരിചയമുള്ള, നമുക്ക് മനപ്പാടുള്ള ആയത്തുകളാണ്. അതുകൊണ്ട് അത് പഠിക്കാനോ അത് അറിയാത്തത് കാരണമോ നമുക്ക് പ്രയാസം ഉണ്ടാവില്ല. ഈ ഫലങ്ങൾ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇതൊക്കെ ചൊല്ലാൻ തയ്യാറാണെങ്കിലേ പടച്ച റബ്ബ് തരുന്ന ഫലങ്ങൾ കേട്ടാൽ നമ്മൾ അമ്പരന്ന് പോകും, നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. അത്രത്തോളം ഗുണങ്ങളാണ് ഈ 2 ആയത്തുകൾ നമ്മൾ നിത്യമാക്കുക എന്നുള്ളത്. ശരിക്കും നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ് എന്ന് നമുക്ക് തോന്നിപ്പോകും, അല്ലെങ്കിൽ നിർബന്ധമായിട്ടുള്ളൊരു അമലാണ് എന്ന് പോലും നമുക്ക് തോന്നും. അത്രത്തോളം ഫലങ്ങൾ, അത്രത്തോളം ഗുണങ്ങളാണ്. കൂടുതൽ നീട്ടി പരത്തി പറഞ്ഞ് നിങ്ങളെ മുഷിപ്പിക്കുന്നില്ല, നിങ്ങളെ ക്ഷമ പരീക്ഷിക്കുന്നില്ല. നേരെ വീഡിയോയിലേക്ക് കിടക്കുക. ഒന്നാമത്തെ ആയത്ത് ആയത്തുൽ കുർസി. അറിയാത്തവരുണ്ടാവില്ലല്ലോ അല്ലേ? ഒരുപാട് ഗുണങ്ങളാണ്, ഒരുപാട് ഫലങ്ങളാണ്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി തന്നെ മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു കൊടുത്തത് എന്താ അറിയോ? ശൈത്താന്മാരുടെ ശല്യത്തിൽ നിന്ന് രക്ഷ നേടാൻ ആയത്തുൽ കുർസി ഓതാൻ കൽപ്പിച്ചു എന്നാ മഹാനവറുകളോട്, അബൂ ഹുറൈറ റളിയല്ലാഹുവിനോട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇത് കേട്ടപ്പോൾ, ഈ സാഹചര്യം കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നുണ്ട്, ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി പറഞ്ഞ കാര്യം സത്യമാണ്, പറഞ്ഞവൻ കള്ളനുമാണ് എന്ന്. ഇബ്ലീസ് ലഅനത്തുല്ലാഹി അലൈഹി കള്ളനാണെങ്കിലും പറഞ്ഞ അറിവ് അത് വളരെ സത്യമാണ് എന്നാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൻ്റെ ഈ ഒരു ചരിത്രം കേട്ടപ്പോൾ, ഈ ഒരു സംഭവം അള്ളാഹിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കേട്ടപ്പോൾ അവിടുന്ന് പറഞ്ഞത്. അപ്പോൾ അത്രക്കും പവർഫുള്ളാണ് ഈ ഒരു ആയത്തിൽ കുറിച്ച്. കണ്ണേറ്, അസൂയ, അതുപോലെ സിഹർ, ഇതൊക്കെ രക്ഷയാണ്. അതുപോലെ തന്നെ നമുക്കൊരു കാര്യം സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആയത്തുൽ കുർസി ഓതി വലത് കാല് വെച്ച് ഇറങ്ങിയാലേ ആ കാര്യം നടക്കുമെന്നുള്ളതിൽ യാതൊരു ഡൗട്ടും വേണ്ട. നമ്മളൊരു ഇൻ്റർവ്യൂവിന് ഇറങ്ങുകയാണോ, അല്ലെങ്കിൽ ഒരു ജോബിന് വേണ്ടി ഇറങ്ങുകയാണോ, അല്ലെങ്കിൽ ഒരു ജോലി കിട്ടാൻ വേണ്ടി ഇറങ്ങുകയാണോ, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി ഇറങ്ങുകയാണോ, ഇങ്ങനെ എന്ത് നല്ല കാര്യത്തിന് ഇറങ്ങുമ്പോഴും വലത് കാല് വെച്ച് ഇറങ്ങിയിട്ട് ആയത്തുൽ കുർസി ചൊല്ലിയിട്ട് പോയാൽ ഇൻഷാ അല്ലാഹ് അത് നടക്കുന്ന. അതുപോലെ തന്നെ ഒരാൾ ആയത്തുൽ കുർസി രാവിലെയും വൈകുന്നേരവും അതുപോലെ ഉറങ്ങുന്നതിന് മുമ്പും ഫർദ് നിസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ പതിവാക്കിയാലേ ഓൽക്ക് സ്വർഗത്തിൽ കടക്കാനും മരണം മാത്രമേ തടസ്സമുള്ളൂ എന്നാ. അഥവാ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ നേരെ സ്വർഗത്ത് കാണുമെന്ന്. സുബ്ഹാനല്ലാഹ്. അതുപോലെ ഗർഭിണി പതിവാക്കേണ്ട ഒരായത്താണ്. അങ്ങനെ പതിവാക്കിയാൽ അതാ ഉമ്മക്കും ആ കുട്ടിക്കും വളരെയധികം ഫലം ചെയ്യുമെന്നാണ്. മനസ്സിലായില്ലേ? ഇങ്ങനെ ഒരുപാട് പറഞ്ഞാൽ തീരാത്ത ഫലങ്ങളുള്ള ഒരായത്ത് ആയത്തുൽ കുർസി. ഇതാണ് ഒന്നാമത്തത്. കഴിയുന്നത്ര നമ്മൾ പതിവാക്കുക എന്നുള്ളതാണ്. മേലെ പറഞ്ഞതുപോലെ തന്നെ ഉറങ്ങുമ്പോഴും അതുപോലെ നീക്കുമ്പോഴും അതുപോലെ രാവിലെയും വൈകുന്നേരവും അതുപോലെ തന്നെ ഫർദ് നമസ്കാരങ്ങൾക്ക് ശേഷമൊക്കെ നമ്മൾ പതിവാക്കുക. അപ്പോഴും പതിവാക്കുകയില്ലല്ലോ. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ. രണ്ടാമത്തെ ആയത്താണ് ആമന റസൂൽ. അതും അറിയാത്തവരുണ്ടാവില്ല. അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇതൊക്കെ പതിവാക്കാൻ. വീട്ടിൽ പാരായണം ചെയ്താൽ കുടുംബ പ്രശ്നങ്ങൾ തീരുമെന്നുള്ളതാണ്. ഒരു വീട്ടിൽ എന്തെങ്കിലുമൊക്കെ കുടുംബ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ, ഭാര്യയും ഭർത്താവും അല്ലെങ്കിൽ മക്കളും ഉമ്മയും തമ്മിൽ, ഉപ്പയും തമ്മിൽ, ഇങ്ങനെ എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും അവിടുത്തെ കലപിലകളൊക്കെ തീർന്ന് നല്ല സന്തോഷവും സമാധാനവും കിട്ടുമെന്നാണ് ഇതിൻ്റെ ഒരു ഫലം. മനസ്സിലായില്ലേ? അതുപോലെ ഹൃദയ വിശുദ്ധിയോടുകൂടെ നല്ല മനസാന്നിധ്യത്തോടുകൂടെ ഒരാൾ ഈ ആമന റസൂൽ പതിവാക്കിയാൽ ഓനക്ക് ഹൃദയ വിശാലത ലഭിക്കുമെന്നാണ്. ഹൃദയത്തിൽ നല്ല വിശാലത ലഭിക്കും. കടങ്ങളുണ്ടെങ്കിൽ അത് വീടുമെന്നാണ്. അതുപോലെ തന്നെ ശത്രുക്കളെ അകറ്റപ്പെടുമെന്നാണ്. ഇങ്ങനെ ഒരുപാട് ഫലങ്ങൾ, ഒരുപാട് ഗുണങ്ങളുള്ള ആയത്ത്. അള്ളാഹു ഇതൊക്കെ മനസ്സിലാക്കാൻ തൗഫീഖ് നൽകട്ടെ. ചുരുക്കി പറഞ്ഞാൽ ഫലങ്ങൾ ഒരുപാടുണ്ട് പറയാൻ, ഒക്കെ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് തീർക്കാൻ കഴിയൂല. ചുരുക്കി പറഞ്ഞാൽ ഈ 2 ആയത്തുകൾ നമ്മുടെ നിത്യജീവിതത്തിലെ എല്ലാ ദിവസവും നമ്മൾ പതിവാക്കേണ്ട 2 ആയത്തുകളാണ്. പതിവാക്കിയാൽ ഫലങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ചറിയാമെന്നുള്ളത് വസ്തുതയാണ്. വഫഖനല്ലാഹ്. ഈ നന്മ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.